കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുന്നു. കേരള സർവകലാശാലയുടെയും സെനറ്റിലേക്ക് സർവകലാശാല നിയോഗിച്ച പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ മറികടന്ന് യാതൊരു യോഗ്യതയുമില്ലാത്ത ABVP നേതാക്കളെ തിരികെ കയറ്റാനുള്ള ഗവർണറുടെ അനാവശ്യ നടപടിക്കാണ് തിരിച്ചടി നേരിട്ടത്. സർവകലാശാല നൽകിയ റാങ്ക് ജേതാക്കളും കലാപ്രതിഭയും ഉൾപ്പെടെയുള്ള 8 പേരുടെ പട്ടിക തള്ളിയാണ് ഗവർണർ സംഘപരിവാറുകാരെ തിരികെ കയറ്റിയത്. ഇതാദ്യമായല്ല ഗവർണറുടെ നടപടികൾക്ക് തിരിച്ചടി നേരിടുന്നത്. സർവകലാശാല ചട്ടങ്ങളും ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിൻ്റെ എതിർപ്പുകളും മറികടന്ന് സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഫിഫ തോമസിനെ നിയമിച്ച നടപടി കോടതി തള്ളിക്കളഞ്ഞിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് സംസ്ഥാനത്തെ 10 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ യോഗ്യരല്ല എന്ന് ഗവർണർക്ക് തോന്നിയത്. 24 മണിക്കൂറിൽ രാജിവെച്ചോണം എന്നായി ഉത്തരവ്. താൻ തന്നെ നിയമിച്ചവർക്ക് യോഗ്യതയില്ലെന്ന് താൻ തന്നെ പറയുന്നതിലെ പൊള്ളത്തരമൊന്നും ഗവർണർ ചിന്തിച്ചില്ല. എന്തായാലും അതും കോടതി തള്ളിക്കളഞ്ഞു. കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ മാത്രമേ ഗവർണർക്കാവൂ എന്ന് കോടതി പറയുകയും ചെയ്തു. കാലിക്കറ്റ് സർവകലാശാലയിലെ VCയെ പുറത്താക്കിയ ഗവർണറുടെ നടപടിയും ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സർവകലാശാലകളിലെ ഇടങ്കോലിട്ടിളക്കലിന് പിറകെയാണ് നിയമസഭയ്ക്ക് മുകളിലുള്ള ഇടപെടലുകളും. ഭരണഘടനാ പ്രകാരം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയ്ക്കാണ് പ്രാധാന്യം. അതായത് നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണർ ഒപ്പിട്ടേ മതിയാവൂ. എന്നാൽ അതൊന്നും ആരിഫ് മുഹമ്മദ് ഖാന് ബാധകമല്ല. അനാവശ്യമായി ബില്ലുകൾ പിടിച്ചു വയ്ക്കുകയും രാഷ്ട്രപതിക്ക് അയച്ച് സമയം പാഴാക്കാനുമായിരുന്നു ശ്രമം. എന്നാൽ ലോകായുക്ത ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചതോടെ ഈ നീക്കത്തിനും തിരിച്ചടിയേറ്റു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബില്ലുകൾ നിയമവഴിയിൽ തന്നെ പാസ്സാക്കിയതും നാം കണ്ടു. അതിൽ നിന്നും വ്യക്തമാണ് ഗവർണറുടെ രാഷ്ട്രീയ കളികൾ. മന്ത്രിമാരിൽ പ്രീതി നഷ്ടപ്പെട്ടെന്നും വനിതാ മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചും ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളെന്ന് ആക്ഷേപിച്ചിട്ടും സർവകലാശാലയുടെ സമാധാന അന്തരീക്ഷം തകർത്ത് വിദ്യാർത്ഥികളുടെ മേൽ കുതിര കയറി തെരുവിൽ നടന്ന് ഹൽവ കഴിച്ചും ഗവർണർ കാട്ടിക്കൂട്ടിയ നാടകങ്ങൾക്ക് അതിരില്ല. ജനങ്ങളത് കണ്ട് ചിരിച്ചതിനും കണക്കില്ല. നിയമസഭയെ പോലും അധിക്ഷേപിക്കാനും ടിയാൻ തയ്യാറായിട്ടുണ്ട്. നയപ്രഖ്യാപനം വായിക്കാൻ സമയമില്ലാത്തയാൾ നടുറോഡിൽ കുത്തിയിരുന്നതിലൂടെ തെളിയിക്കുന്നത് മറ്റൊന്നുമല്ലല്ലോ. രാഷ്ട്രീയം മാത്രം കളിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ അന്തരീക്ഷം നിരന്തരം മലീമസമാക്കി സർവകലാശാലകളെ ശാഖകളാക്കാനുള്ള കേരളത്തിൻ്റെ ജനാധിപത്യവും സുസ്ഥിര ഭരണവും അട്ടിമറിക്കാനുള്ള എല്ലാ ഇടപെടലുകളെയും കോടതികൾ കയ്യോടെ പൊളിച്ചു കളഞ്ഞിട്ടും നിരന്തരം തിരിച്ചടികൾ നേരിട്ടിട്ടും യാതൊരുവിധ മാന്യതയുമില്ലാതെയുള്ള കാട്ടിക്കൂട്ടലുകൾ സ്വയം അപഹാസ്യനാക്കുകയാണെന്ന് ഇനിയെങ്കിലും ഗവർണർ തിരിച്ചറിയണം. കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് അവസാനിപ്പിക്കണം.